സാധനത്തെ നോക്കി. അപ്പൊ അവൻ പോയാറായോ ആയോ ചേച്ചി മിണ്ടല്ലേ, ആ ഓക്കെ പിന്നെ നോക്കിയിരിക്കാം. അവൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നു. നമ്പർ ബയോയിലുണ്ട് കുട്ടാ, കഴ മതി. എടാ എന്നെ ആരൊക്കെ തെളിവ് പറയുന്നു? നിങ്ങൾ തെളിവ് പറയണേ? അത് എക്സ്പീരിയൻസ് ചെക്കന്മാർക്ക് എങ്ങനെയാണ്, എവിടെ പിടിച്ചതാ എങ്ങനെയാ അവന്റെ അറിയും, ചേച്ചിക്ക് അറിയില്ലല്ലോ. എനിക്കും പണ്ട് അങ്ങനെയാണ്. എന്ത് മൂലത്തിൽ കയറ്റാൻ രീതി പറയുമോ? ഞാൻ മൂലത്തിൽ കയറ്റാൻ കൊടുത്തിട്ടില്ല, ഫ്രണ്ടിലും കൊടുത്തിട്ടില്ല. പിടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്റെ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ തരാത്ത വാട്സപ്പിലാണോ? ഞാൻ അടറക്കണി മോനെ കുറച്ച് സ്ഥലം സാറിന് ഞാൻ വായിക്കുന്നു. വാട്സപ്പിൽ ഫുള്ളും ഈ കമ്പിക്കഥയുണ്ട്, എനിക്ക് വായിക്കാം. വാട്സപ്പ് ഫുള്ള് കമ്പിക്കഥ കേട്ട് മടുത്തോടോ. നാട്ടില് നിങ്ങളെപ്പോലെ നാട്ടിലെ കുറെ പിള്ളേര് വെറുതെ കമ്പി ചാറ്റിമുട്ടിക്കുക. മടുത്ത് രണ്ടു മൂന്ന് പേരെ ഞാൻ ബ്ലോക്ക് അടിച്ച്. സൊയിലില്ല. പിന്നെ പിള്ളേരല്ലേ കുറച്ചൊക്കെ മൂടാക്കി ഞാൻ കൊടുക്കും. ആന്ന് പറഞ്ഞ് ഞാൻ മൂളൽ കൊടുക്കും. പിള്ളേരല്ലേ സൂചിച്ചോടും കൊണ്ട് മൂടാക്കും. പക്ഷെ ലാസ്റ്റ് ഇവന്മാര് നല്ല കമ്പിക്കഥ പറയുന്നുടോ. അയ്യോ കണ്ടിട്ട് ഓടിഞ്ഞു. ഞാൻ പിന്നെ നിന്നില്ല. ആ പോലെ കമ്പിക്കഥയാ. പിന്നെ പാവങ്ങളെല്ലാം വിചാരിച്ചിട്ട് ആ ടൈം പാസിന് ഞാനെന്താക്കും, ആ ഞാനും പറയും. എന്തായാലും കൊള്ളാം. തരുവോ പുണ്ടച്ചി? റൈസിക്ക ഉറങ്ങി എഴുന്നേച്ച് നിൽക്ക. കസ്റ്റമർ ഉണ്ട് അവിടെ എഴുന്നേച്ചതാ. കസ്റ്റമർ വരുന്നുണ്ട്. ഞാൻ മിഞ്ഞാന്ന് ബാങ്കിൽ പോയില്ലേ ഇക്ക. ഞാൻ മിഞ്ഞാന്ന് കേൾക്കടോ, ഞാൻ മിഞ്ഞാന്ന് ബാങ്കിൽ പോയപ്പം ഞാൻ ബാങ്കിൽ പൈസ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കവറുണ്ട് കയ്യില്. കവർ നടന്നപ്പോൾ ചേട്ടൻ, ഞാൻ ഇങ്ങനെ നടന്ന് നേരെ വരിക. അപ്പൊ ആ ചേട്ടൻ ഇവിടുന്ന് വരികയാണ്. അപ്പോൾ ഒരു ചേട്ടൻ ഫോണിൽ കൂടെ വിളിച്ചിട്ട് പോയിട്ട്, അപ്പൊ ഞാൻ നടന്നു ആ ചെക്കനോട് നല്ല വരും. അപ്പൊ ഞാൻ കവർ പിടിച്ച് ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി. അപ്പൊ അങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കി. അപ്പൊ അങ്ങേർക്ക് ഇന്നാണ് എന്റെ നമ്പർ കിട്ടിയത്. അപ്പൊ അങ്ങനെ ഇപ്പം വരാന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് വഴി കൂടെ പോയിട്ട് എന്നെ കണ്ടുമുട്ടി ഒരു ചേട്ടൻ. ആ ചേട്ടൻ ഞാൻ ഇങ്ങനെ നടക്കണം, നേരെ നടക്കണം. ആ ചേട്ടൻ നേരെ ഇങ്ങോട്ട് നടക്കണം. ഇവിടെ എത്തിയപ്പം ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി. ആ ചേട്ടൻ അവിടെ നിന്ന് എന്റെ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞു. ഞാൻ ഇങ്ങോട്ടും പുള്ളി തിരിഞ്ഞോട്ടും. നല്ല ഭംഗി. അങ്ങനെ ഞാൻ ഈ വഴിക്ക് നേരെ പോയി. അവർ ഇങ്ങോട്ട് ഉള്ളിലും കയറി. ലാസ്റ്റ് തന്നെ ഇന്ന് എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിക്കുകയും ചെയ്താ ഇന്നിപ്പം വരാന്നും പറഞ്ഞു. സീരിയസ്ലി നല്ല നമ്പറുള്ള കാണണം കേട്ടോ. ഇതിപ്പം വരും. കുളിക്കാൻ കയറിക്കാം. അപ്പൊ അതുകൊണ്ട് ഉറങ്ങാൻ കിടന്നാൽ ഞാൻ എഴുന്നേറ്റു. സത്യം 100 ആയുസ് എത്തി.